അതാണ് ഇസ്ലാമിക ചുറ്റുപാട് നിറയുന്ന വീട്ടിലുള്ള മക്കൾ അങ്ങനെയാണ്. കടൽ കടന്നു വന്ന സാംസ്കാരിക അധിനിവേശത്തിന്റെ നടുവിൽ മദാമ പെണ്ണിനെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ വേഷവിധാനം ചെയ്തു പോകുന്ന പെൺമക്കളുള്ള ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആരോട് പറഞ്ഞാൽ ചെവിയിലേക്ക് ആഴ്ന്നിറങ്ങുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയേണ്ട കടമ ഉള്ളത് കൊണ്ട് തന്നെ പറയാണ്, നമ്മുടെ മക്കളുടെ വസ്ത്രധാരണം നമ്മൾ സൂക്ഷിച്ചു വെച്ചോ. കാരണം ഇപ്പൊ പറയാൻ പോകുന്നത് കേട്ടോ, നാളെ അള്ളാഹുവിന്റെ മഹശറയിൽ വെച്ചിട്ട് ചെമ്പിട്ട തറയിൽ ചെരുപ്പിടാതെ നിൽക്കുമ്പോ, സൂര്യൻ ഒരു ചാണകല വന്ന് നിൽക്കുമ്പോ, വിയർപ്പിൽ മുങ്ങി വന്ന് നിൽക്കുമ്പോ സഹിക്കവയ്യാതെ അള്ളാഹുവിനോട് ഈ മക്കള് പറയുന്ന ഒരു വാക്കുണ്ട്. എന്തെന്നറിയോ? അല്ലാ റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ അവർക്ക് നീ നൽകണേ അല്ലാ. കാലിൽ ചെരുപ്പിടാതെ ചെമ്പിട്ട തറയിൽ ചൂട് സഹിക്കവയ്യാതെ നിൽക്കുമ്പോ എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ ഉമ്മയെ കൊണ്ടുവാ. ആ ഉമ്മയെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തുമ്പോ ആ ഉമ്മയുടെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ഞാൻ ഒന്ന് ആശ്വസിക്കട്ടെ എന്ന് പറയുന്ന മഹ്ശറ. അല്ലാഹുവേ, പിതാക്കന്മാരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ബാപ്പ എന്ന് പറയുന്നത് ദുനിയാവില് മാത്രമല്ല തണല്, നാളെ ആഖിറത്തിലും തണലാണെന്നുള്ള രൂപത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് എന്റെ ചൂട് മുഴുവനും എന്റെ ബാപ്പയ്ക്ക് നൽകണേ അല്ലാ. കാരണം എന്താണെന്നറിയോ? അവര് കാരണമാ ഞാൻ തെറ്റു ചെയ്തത്, അവര് കാരണമാ ഞാൻ പാപം ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഞാൻ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അവര് കണ്ണുകൊണ്ട് കണ്ടിട്ട് അവര് തടഞ്ഞില്ല അല്ലാ.